ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഗൈസ്, നമ്മൾ ഒത്തിരി നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം പിന്നെ വന്നേക്കുവാണ് ഗൈസ്. ഓക്കെ, സോ നമുക്ക് ടൈം ഒന്നും കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ വേറെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ സോ കുഴപ്പമില്ല, നമ്മൾ ബാക്ക് ആയിട്ടുണ്ട്. സോ നമ്മൾ പിന്നെയും നമ്മുടെ ലെഗസി തുടങ്ങും. സോ FC മൊബൈലാണ് നമ്മുടെ ഫസ്റ്റ്, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന FC മൊബൈലിലാണ്. സോ നമുക്ക് FC മൊബൈലിൽ തുടങ്ങാം. സോ അപ്പോൾ ഒരു കമ്പാക്ക് ഉള്ളത് നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് വേണമെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ബാക്കിയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, സോ നമുക്ക് പോവാം. സോ ഗൈസ്, അപ്പം നമ്മൾ നിർത്തിയിടുന്ന ഒത്തിരി ഫ്രണ്ടിലോട്ട് ഞാൻ പോയിട്ടുണ്ട്. പ്ലേയേഴ്സൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളെന്ന് ഒത്തിരി അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ കാണുമ്പോൾ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി നല്ല ടീമൊരു എനിക്ക് തോന്നി. നിങ്ങളും എന്താ പറയുക, കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് നല്ല പ്ലേയേഴ്സിനെ കിട്ടുവാണെങ്കിൽ മീൻസ് അറിയാമെങ്കിൽ അതിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. സോ ഗൈസ്, വി ആർ ബാക്ക്. ഓക്കെ, സോ ഗൈസ്, പിന്നെ IPL ഒക്കെ തുടങ്ങിയെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ടീമും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഞാൻ RCB കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. സോ കുറച്ച് നമുക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വേണം. എന്ത് സംഭവം മനസ്സിലായില്ല, നോക്കാം. സോ ഓക്കെ, എത്ര ഡയമണ്ട് കിട്ടി? ഓക്കെ, 12,000 ആയി ഡയമണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് വേറെ വേസ്റ്റ് പാക്ക്. ഇത് കുറേ ഉണ്ടോ? ഓക്കെ, സോ ഈ അപ്ഡേറ്റ് നിങ്ങൾ ക്യാപ് ലെജൻസ് അങ്ങനെ കുറച്ച് ഈവെൻറ്റ് വന്നാൽ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. സോ കളിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആൻഡ് ഓക്കെ, സോ നമ്മുടെ കയ്യിൽ 17,000 ഡയമണ്ട് ഉണ്ട് കേട്ടോ. അപ്പം അതല്ല നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇനി നമ്മുടെ ടീമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ടീം. 116 OVRലാണ് ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ടീം. ഓക്കെ, ഇതിനകത്ത് പ്ലേയേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് വിളിച്ചാൽ അറിയാവുന്നവരായിരിക്കും. സല, പിന്നെ എമേഗ എന്നാന്ന് തോന്നുന്നു. എനിക്ക് ഈ പ്ലെയറിനൊന്നും അറിയത്തില്ല, അത്രയ്ക്കൊന്നും പ്ലേയേഴ്സിനെ അറിയില്ല. പിന്നെ ബോമൻ അറിയാം, ബോമൻ ഗോളി എനിക്കറിയാം. അപ്പം സലേ ബോമന് എന്നറിയാം. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഇനി നമുക്ക് കുറച്ച് ടാസ്കും അതൊക്കെ. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ടാസ്ക് തൊട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് അത് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങാം. അതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ നമുക്ക് കുറച്ച് സ്പിന്നൊക്കെ അവസാനം ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സ്പിൻ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് തന്നെ ഡെയിലി ചാലഞ്ച് ചെയ്ത് തീർക്കാം. സോ സോറി, സ്കൗട്ടിങ് ആവുന്നില്ല. ഓക്കെ, ഇത്രയും ചാലഞ്ച് ഉണ്ടോ നമുക്ക്? ഈ അൾട്ടിമേറ്റ് ചാലഞ്ച് നമുക്ക് ഒത്തിരി ഡയമണ്ട് ആണെന്ന് തോന്നുന്നു. നോക്കണം ഗൈസ്, ഡയമണ്ട്. സോ നമുക്ക് ഈ ഡയമണ്ട് എടുക്കാൻ കയറണോ അതോ ഓരോ നമുക്ക് ചെക്കൗട്ട് ചെയ്യാവേ. സംഭവം ഇത് റാങ്കപ്പും ആവശ്യമുണ്ട് നമുക്ക്. ഡെയിലി ചലഞ്ച് നമുക്ക് എന്തെങ്കിലും പ്ലേയേഴ്സിനെ കിട്ടിയ നല്ല വിലയുണ്ടെങ്കിൽ നമ്മൾ കയറണത്. ഒരു 110 to 115 19 കിട്ടുന്നതായിരിക്കും നമ്മൾ കയറിയാൽ പറ്റുന്നത്. ഓക്കെ, ഇത് പുതിയതാണെന്ന് തോന്നുന്നു കേട്ടോ, കാരണം ഇത് ഞാൻ കണ്ടിട്ടില്ല. ഡ്രീം ചേസസ്. ഓക്കെ, ബെയിലൊക്കെ ഉണ്ട്, ബെയിലുണ്ട്, റാംറസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ പണ്ടുണ്ടായിരുന്നു വെയിലല്ല, റാംറസ് ഉണ്ടായിരുന്നു നമ്മുടെ. പിന്നെ പണ്ട് കുറച്ച് ലെജൻഡറി പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മർഡോണ ഉണ്ടായിരുന്നു പണ്ട്. സോ നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അതൊന്നുകൂടെ ഓർപ്പിക്കുകയാണ്. സോ അടുത്ത റൗണ്ട് നമുക്ക് ലാസ്റ്റ് മാച്ചസ് ആണ് കേട്ടോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഡെയിലി ചാലഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ ഡയമണ്ട്സിൻ്റെ ഞാൻ തോന്നും മറ്റേ ഓറഞ്ച് കളറുള്ള സാധനം, പേര് പറഞ്ഞു. ഓക്കെ, ഇത് പാടാ ഇതുവരെ അങ്ങനെ കൊണ്ടുവരും നക്കുണ്ട് കേട്ടോ. സൂപ്പർ, കുഴപ്പമില്ല. ഇത് സിമ്പിളാണ്, ഇത് കൊള്ളു. ഓക്കെ, ഇനി നമുക്ക് 2000 പോയിന്റ്സ് വേണം. ഓക്കെ, ഒരു പോയിന്റ് ഓക്കെ, എല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക്
ഒരു മാച്ചും കൂടെ ഉണ്ട്. ഓക്കെ, ഈ UEFA ലീഗാണ് നമ്മൾ പറഞ്ഞത്. യൂറോപ്പ് ലീഗാന്ന് തോന്നുന്നു. നമുക്ക് ഡയമണ്ട് കിട്ടുന്ന യൂറോപ്പ് ലീഗിനകത്താന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ഏറ്റവും പെർഫെക്റ്റ് പ്ലെയർ ഇതാ സല. പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് പോയിന്റ് കാണാമല്ലോ. കിട്ടില്ല. ഒരു ലോങ് ആക്കാൻ നോക്കിയത്, പക്ഷെ കിട്ടില്ല. സീനില്ല. സലയെ കൊണ്ട് തന്നെ ഗോൾ അടിപ്പിക്കുന്ന. അയ്യോടാ ഗൈസ്, പോയി. നമ്മൾ അത്ര നേരം കൊണ്ടെത്തിച്ചു. നമ്മൾ ഫുള്ള് സ്പ്രിന്റിൽ കയറി. അത് വന്നിട്ട് ഫിനിഷില്ല. പണി കിട്ടി. പിന്നെ കിട്ടി. ഓക്കെ, നമ്മൾ സലയെ കൊണ്ട് തന്നെ ഗോൾ അടിപ്പിക്കും. യെസ്, സല. ഓക്കെ, സോ നമ്മൾ ജയിച്ചു. ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചു ഗൈസ്. ഓക്കെ, സോ ഇത് ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് അൾട്ടിമേറ്റ് ചലഞ്ചിലോട്ട് പോയാലോ? ഓക്കെ, നമുക്ക് അൾട്ടിമേറ്റ് ചലഞ്ചിൻ്റെ എത്ര റൗണ്ട് ഉണ്ട്? അത് നമുക്ക് റൗണ്ട് 2 വരെ ആക്കാം. 2 മാച്ചാണ്. അപ്പോൾ റൗണ്ട് 1 റൗണ്ട് 2 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരാം. ഓക്കെ, ഓടാ. ഇത് സേവ് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ.
സോ നമ്മൾ 3-0 ആക്കിയിട്ടുണ്ട്. ഇനിയും നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഇത് ഏതോ പ്ലെയർ ആണ് കേട്ടോ. എനിക്ക് മറ്റേ ഏതൊരു ക്യാപിറ്റൽ ലെജൻസിന്റെ കൂടെ വന്ന് അതിനകത്ത് കിട്ടിയതാണ് ഇവനെ വേറൊരു സെൻട്രൽ മിഡിനെയാണെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചത് നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ ഇവന് കാണിച്ചു തരാവേ. ഇവൻ ഈ വെള്ളമുടി വെർവെൽ എന്നാണ് തോന്നുന്നു പേര്. ശിവനെ അതിൻ്റെ കൂടെ പറ്റി നമ്മുടെ ക്യാപ്റ്റൻ ഇവനാണ്. നല്ല കിടിലൻ ത്രോ ആയിരുന്നു ഗൈസ്. ഗെയിം 6-0 ഗൈസ്. ചാർജിങ്. പക്ഷെ നമുക്ക് സ്ഥല ഫസ്റ്റ് ബോൾ അടിച്ചാൻ തോന്നിട്ട് എന്തായാലും നമുക്ക് ഇപ്രാവശ്യം വേറൊരു രീതിയിൽ കളിച്ചാലോ. ഓടാ, പക്ഷെ ഞാൻ വിചാരിച്ചത് ഗോള് കയറുന്നു. നമുക്കൊരു നല്ല കിഡിലൻ ലോങ് അടിച്ചു നോക്കാം. യെസ്, ഓക്കെ ഗായ്സ്, നമ്മൾ പെർഫെക്റ്റ്ലി അടിച്ചിട്ടുള്ളത്. സോ ഇവിടെ വെച്ച് നമ്മുടെ ഫസ്റ്റ് മാച്ച് ഇവിടെ ചെയ്തിട്ടാണ്. സോ ഇതിന് ശേഷം നമുക്ക് സെക്കൻഡ് മാച്ച് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് മാച്ചാണ് നമുക്ക് സെക്കൻഡ് മാച്ച് കളിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം, സെക്കൻഡ് മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്പിൻ ചെയ്യാം. ഇപ്പോൾ വെച്ചാൽ സ്പിൻ ചെയ്യാമല്ലോ ഗൈസ്. ഓക്കെ, നമുക്ക് സ്പിൻ ചെയ്യാം ഗൈസ്. കാരണം എൻ്റെ ഒത്തിരി സ്പിൻ ചെയ്യാനുണ്ട് എൻ്റെ കയ്യിൽ. സോ അത്രയും സ്പിൻ ചെയ്തെടുക്കാൻ സമയം എടുക്കും. സോ ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ പോയിട്ട് ഡ്രാഫ്റ്റിനകത്ത് പോവാം. ഞാൻ പറയാം. എന്നിട്ട് അതാണ് ഫ്യൂച്ചർ സ്റ്റാർസ് ബി. ഇതിനകത്താണ് എനിക്ക് മറ്റേ ക്യാപ്റ്റനെ അവന്മാരെല്ലാം കിട്ടിയത്. എനിക്ക് ഡ്രീം ചേസേഴ്സിന്റെ 3 എണ്ണം ഉണ്ട് കേട്ടോ. സോ നമുക്ക് 3 എണ്ണം ഒന്ന് കറക്റ്റ് വെക്കാം. വലിയ കാര്യമില്ല. നിക്കോളാസ് ജാക്സൺ ആണ് ഇത്. ഓക്കെ, കിടിലൻ പ്ലെയറാന്ന് തോന്നുന്നു. കിടിലൻ പ്ലെയറാണ്. ഓക്കെ, സ്ട്രൈക്കറാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ്. പേര് വായിക്കാൻ പറ്റത്തില്ല കേട്ടോ. കുഴപ്പമില്ല, 113 ഒരു സ്ട്രൈക്കറാ. നല്ലതായിരിക്കും ഗൈസ്. എനിക്ക് അടുത്തത് ലെഫ്റ്റ് വിങ് വേണ്ട ലെഫ്റ്റ് വിങ് ആണ്. ഓക്കെ, നമുക്ക് പോയിട്ട് നമുക്ക് പണിയുണ്ട്. നമുക്ക് സ്റ്റോറിൽ കണ്ടു കാണല്ലോ, അപ്ഡേറ്റ് ഒന്നവർക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റോറിലാണെങ്കിൽ ഇപ്പം നമുക്ക് പ്ലെയേഴ്സിനൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഈ ടോക്കൺ വാങ്ങിക്കുന്നേ കിട്ടത്തുള്ളൂ. 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. സോ 5 എണ്ണം നമുക്ക് 5 അടുത്ത് സ്പിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് നമുക്ക് സ്പിൻ ചെയ്യാതെ. ഓക്കെ, സോ ഗൈസ്, പിന്നെ വേറൊരു കാര്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മറ്റേ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സംഭവമുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. നമുക്കെന്നാൽ ഇത് ലാസ്റ്റ് സ്പിൻ ചെയ്തിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള എടുക്കാം. മറ്റേ എക്സ്ട്രാ ടൈമിനകത്തുള്ള. സോ ഇവിടെ വരുന്ന മ്യൂസിക് ഒന്നും ഇല്ല കേട്ടോ. അത് കൊള്ളാം. ഡെയിലി ടിക്സ് ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് നമ്മുടെ ഇപ്പം 3000 ഉണ്ട്. ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര ആവും? ഇപ്പം 4000-ത്തിനാണ് വേണ്ടത്. നമുക്ക് 4000 കോയിൻസ് ഉണ്ടെങ്കിൽ ഇത് സ്പിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് പോയിട്ട് എന്നാൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയും കൂടെ കിട്ടും. നോക്കാം. 4000 പിന്നെയും കിട്ടും. സോ 2 സ്പിൻ ചെയ്യാൻ പറ്റും.
സോ ഓക്കെ, കറക്റ്റ് അവിടെ തന്നെ. നമുക്ക് ഒരു കാര്യം ചെയ്യും, ഇനി ഇപ്പുറത്തോട്ട് വെച്ചാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി സ്പിൻ ചെയ്യാനുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സ്പിൻ ചെയ്യാൻ കിടപ്പുണ്ട്. ഞാൻ ഒത്തിരി നാളുകൊണ്ട് എടുക്കാത്തതുകൊണ്ടാണ് ഇഷ്ടം പോലെ സ്പിൻ ചെയ്യാൻ കിടപ്പുണ്ട്. നമുക്കിനി ഡെയിലി പിക്സ് ഇപ്പുറത്തെ എക്സ്ട്രാ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യണം. പിന്നെ പോയിട്ട് നമുക്ക് അത് സ്പിൻ ചെയ്യാൻ പറ്റും. നമുക്ക് 2 സ്പിൻ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും നല്ല ഒരെണ്ണം അടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് എടുക്കണം? ഇതിനെ എടുത്തേക്കാം. ഇത് ഇറ്റലിയുടെ പ്ലെയർ ആട്ടോ. അല്ല, ഇറ്റലിയുടെ ഞാൻ തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്ത ഇതിനകത്ത് നല്ല ഏതെങ്കിലും ഓർമ്മ കിട്ടിയെന്ന് 913 ഉണ്ട്. ഇവനെ നമുക്കിപ്പോൾ കിട്ടിയതേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് ഇറങ്ങിയിട്ട് ഓക്കെ, സോ ഇനി നമുക്ക് ഇറങ്ങിയിട്ട് നേരെ പോവാ, സ്പിൻ ചെയ്യാം. അതിനോട് കണക്കോടെ ഓർച്ചിടും. സോ യെസ്, ഇവിടെ നമുക്ക് ഇനി സ്പിൻ ചെയ്യണ്ടേ, കാരണം നമ്മൾ ഇവിടെ ഒരെണ്ണം എടുത്തയാ. ഇനി നമുക്ക് ഇവിടെ സ്പിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ സ്പിൻ ചെയ്യാനുണ്ട്. ഇവൻ നമ്മുടെ ഉള്ളതാ, ഇല്ല കുഴപ്പമില്ല. ദെൻ നമുക്ക് ഫ്യൂച്ചർ സ്റ്റാർസ് ബി ഇതുവരെ സ്പിൻ ചെയ്തിട്ടില്ല. ഫ്യൂച്ചർ സ്റ്റാർസിനകത്ത് നല്ല റൂണി ഉണ്ട്. റൂണി കിട്ടിയാൽ കൊള്ളാമുണ്ട്. ഇല്ല, ജീക്കനാണ് കിട്ടിയത്. ജീക്കൻ നമുക്ക് വേണം കഴിച്ചാൽ. അത് 112 നമ്മുടെ ഇരിക്കുന്നത്. ഇപ്പോൾ വന്നത് 112, അതായത് ഏറ്റവും ചെറുതായത്. അതിനേക്കാൾ ചെറുതാണ്. 2 ജിമ്മുകളുണ്ട്. നമുക്ക് ഇതും കൂടെ സ്പിൻ ചെയ്യാം. പിന്നെ നമുക്ക് സ്പിൻ ചെയ്യാനൊന്നും ഇല്ലടാ, അതാ ചെയ്യും. ഒന്നും കിട്ടുന്നില്ല. ഫുള്ള് ഇങ്ങനെ ആയാലും ഓക്കെ. സോ ഇനി നമുക്കുള്ളത് വെൽക്കമിൻ്റെ ഒരെണ്ണമുണ്ട്, അതും കൂടെ സ്പിൻ ചെയ്ത് നോക്കാം. വെൽക്കമിനകത്ത് വലിയ ക്വാളിറ്റി പ്ലേയേഴ്സ് ഒന്നും ഇല്ല. 115, ബട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ വയസ്സ്. കിട്ടി. ബട്ട് ലെജൻഡറി പ്ലെയർ ആണ്, ഞാൻ അത് സമ്മതിക്കുന്നു. പക്ഷേ റാങ്ക് ഇല്ല. കുഴപ്പമില്ല വയസ്സ്. അപ്പം ഇത്രയും നേരം നയനാ വയസ്സ്. നമുക്കേ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടേ, അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്കിത് 9 ഉണ്ട്. ഒരു കാർഡും കൂടെ നമുക്കിനിയുണ്ട്. അത് നമുക്കിടാം. അത് നമുക്ക് മറ്റേ ഇപ്പം പുതിയ ഒരെണ്ണത്തിനകത്ത് ഇടാം. സോ എൻ്റെ 9 കാർഡ്സ് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം, ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് അടിച്ചാലോ. ഇല്ല, ഒന്നും അടിച്ചില്ല, പേടിക്കണ്ട. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്താൽ നമുക്കൊരു കിഡിലും ആളെ കിട്ടും. ഓക്കെ, ഇനി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഗൈസ്. നമ്മൾ എല്ലാവരും ലൈക്ക് ചെയ്താൽ നമുക്കൊരു കിഡിലും ആളെ കിട്ടും. സോ എല്ലാവരും ലൈക്ക് ചെയ്തോ. 3, 2, 1 ഗോ. ആരോ ലൈക്ക് ചെയ്തോ ഗൈസ്? എല്ലാവരും ഗൈസ് ഒന്നുകൂടെ ലൈക്ക് ചെയ്തോ. ഓക്കെ, 3, 2, 1 ഗോ. യെസ് ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലെയറിനെ കണ്ടല്ലോ നിങ്ങൾ, ബാഴ്സലോണയുടെ ഗോൾ കീപ്പറിനെ കിട്ടി. സോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുന്ന താങ്ക്സ്. സോ ഇനി ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ച് ഗൈസ്, നമുക്ക് ഇച്ചും കൂടെ നല്ല ആൾക്കാരെ കിട്ടും. ഓക്കെ, ഫോൺ പറഞ്ഞാൽ കിട്ടിയാണ്. ഓക്കെ, സോ നമുക്കിനി പോയിട്ട് ഇതൊന്ന് സ്പിൻ ചെയ്തേക്കാം. ഓക്കെ,
ലെറ്റ്സ് ഗോ ലാസ്റ്റ് സ്പിൻ. അങ്ങനെ നമുക്ക് എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ പോർച്ചുഗലിൻ്റെ ഒരു പ്ലെയറിനാണ് കിട്ടി, ബാഴ്സലോണയുടെ GK കിട്ടി. അതാണ് പറഞ്ഞ കിടിലം കേട്ടോ. സോ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഇതെല്ലാം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് ഓക്കെ, ഇതോടെ കണ്ടോ. ഓക്കെ സോ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.